വികാരത്തിന്റെ വോട്ട് തന്നെയാണ്. ആവേശ പോരാട്ടത്തിൽ നിലമ്പൂർ നിയമസഭാ സീറ്റ് തിരിച്ചുപിടിച്ച UDF. ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 66,660 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ 19,760 വോട്ടുകൾ നേടി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ഡി ബിനോയ്, നിലമ്പൂരിലെ ചതുഷ്കോണ മത്സരത്തിൽ ശക്തമായ മത്സരം നടന്നു. അതിൽ UDF തന്റെ സീറ്റ് തിരിച്ചുപിടിച്ചിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ PV അൻവറിന് ലഭിച്ച വോട്ടുകളും എടുത്തു പറയേണ്ടതാണ്. സ്വന്തം ദേശത്ത് നിന്നും ഈ സ്വരാജിന് വേണ്ടത്ര വോട്ടുകൾ ലഭിക്കാത്തതും വിലയിരുത്തേണ്ടതാണ്. തീർച്ചയായും വോട്ടെണ്ണി തുടങ്ങിയതിന് ശേഷം ഒരു നിമിഷം പോലും UDF സ്ഥാനാർത്ഥിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസരം വന്നില്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം വലിയ തരത്തിലുള്ള ഒരു വോട്ടർമാരുടെ പിന്തുണ അൻവറിനും ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം അൻവർ ആയിരുന്നു ഇവിടുത്തെ ഹീറോ. കൃത്യമായി 19,000-ലധികം വോട്ട് അൻവർ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോഴേക്കും അത് LDFിൻ്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തെത്തിയത്. ആദ്യഘട്ടത്തിൽ UDFിനൊപ്പം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് UDFിൽ സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിച്ചാണ് അദ്ദേഹം 19,000 വോട്ടുകൾ നേടിയത്. അത് തന്നെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നു. അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന പോരാട്ടം തന്നെയായിരുന്നു എന്ന് പറയാൻ കഴിയും. കാരണം 2 പ്രാവശ്യമായി UDF പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം, LDFിൻ്റെ വേണ്ടി സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവർ വിജയിച്ച മണ്ഡലം, അവിടെ നിന്നും അൻവർ പിണങ്ങിപ്പിരിഞ്ഞപ്പോഴേക്കും ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു UDF രംഗത്തേക്ക് വന്നത്. അത് വലിയ തരത്തിലെ നേട്ടമായി എന്ന് പറയാൻ കഴിയും. കാരണം ഒരു പഞ്ചായത്തിൽ മാത്രമാണ് അവർക്ക് LDFിന് കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത്. അത് കർലായി പഞ്ചായത്തിൽ 118 വോട്ട് നേടി. ബാക്കി നിലമ്പൂർ നഗരസഭയിൽ 3,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനുണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഒപ്പം നഗരസഭയിലും ഒക്കെ തന്നെ വലിയ മുന്നേറ്റം കൈവരിക്കുവാൻ UDFിന് കഴിഞ്ഞു എന്നുള്ളത് ആണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു പക്ഷേ UDFും അൻവറുമായി ധാരണ എത്തിയിരുന്നെങ്കിൽ ഭൂരിപക്ഷം ഇതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നുപോയതിനെ ഒരു 20,000-നും 30,000-നും ഇടയിൽ വരെ ഭൂരിപക്ഷം എത്തുന്ന ഒരു സാഹചര്യം വരെ വരുമായിരുന്നു. എന്തായാലും അൻവറിന് 20,000 വോട്ട് എന്നുള്ളത് ഒരു നിർണായക വോട്ട് എന്നുള്ള മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം അതിന് 10 മാറ്റ് തിളക്കം എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം വരാൻ പോകുന്ന 2 തിരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും തൊട്ടടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പും. ഈ 2 തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ് നിലമ്പൂരിൽ നടന്നതെന്ന് പറയാൻ കഴിയും. 10 മാസം സമയം മാത്രമേ MLA തുടരാൻ കഴിയുകയുള്ളൂ എങ്കിൽ പോലും ആ വിജയത്തിന് അതിൻ്റേതായ ഒരു തിളക്കം ഉണ്ടെന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. അത്തരത്തിൽ ഒരു പ്രവർത്തനം, അതായത് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ വലിയ മുതിർന്ന നേതാക്കന്മാർ, CPIഎമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ അവിടെ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. ശക്തമായ പ്രചരണം കാഴ്ചവെച്ചു. എങ്കിൽ തന്നെയും ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പോരാട്ടത്തിലൂടെ വലിയ തരത്തിലെ വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം 11,000 ചിലവാനം വോട്ട്, 11,000-ലധികം വോട്ട് എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പ്രതീക്ഷിച്ച തന്നെയായിരുന്നു. ഒരു 10,000-നും 15,000-നും ഇടയ്ക്കുള്ള വോട്ടാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഏകദേശം 11,000-ലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഹീറോയായി ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഹീറോ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. പലപ്പോഴും PV അൻവറിനെ UDFിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴേക്കും ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഉറച്ചു നിന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത്. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സ്ഥലത്തേക്ക് 10,000-നും 15,000-നും ഇടയ്ക്ക് എന്നൊരു ഭൂരിപക്ഷമാണ് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞിരുന്നത്. ആ ഭൂരിപക്ഷത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ നേതൃത്വം നൽകിയ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വിജയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പറയാൻ കഴിയുന്നു. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നത് പ്രത്യേകിച്ചും M സ്വരാജ് ആ നാട്ടുകാരനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതിനെല്ലാം ഉപരിയായി പോത്തുപാറയിലെ പഞ്ചായത്തിലെ സ്ഥിരം വോട്ടറാണ്, അല്ലെങ്കിൽ വോട്ടറാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.
അത്തരത്തിൽ ആ ഭാഗത്തു നിന്ന് പോലും തന്നെ അദ്ദേഹത്തിന് ആ പഞ്ചായത്തിൽ നിന്ന് പോലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ വാർഡിൽ 40 വോട്ടുകൾക്ക് പിന്നിലേക്ക് പോവുകയും ചെയ്തു. ഇത്തരത്തിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള തിരിച്ചടി ലഭിച്ചു എന്നുള്ളതാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിച്ച് പരാജയപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ച ഒരു വിലയിരുത്തൽ പാർട്ടിയിലുണ്ടാകും. വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സാധ്യതയുമുണ്ട്. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.